ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ പാടത്തെ താമരപ്പാടമാണിത്. ആളൂർ പാടത്ത് ആദ്യമായിട്ടാണ് താമര കൃഷി ചെയ്യുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറും ഗുരുവായൂരിലെ ഭാവന സ്റ്റുഡിയോയുടെ ഉടമയുമായ ഭാവന ഉണ്ണി എന്ന കെ ഉണ്ണികൃഷ്ണനും കുടുംബവുമാണ് ഇവിടെ ആദ്യമായി താമര കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തുന്നത്. സാധാരണയായി നെൽകൃഷിയാണ് ഇവിടെ നടത്തി വന്നിരുന്നത്. നെൽകൃഷി നിർത്തിയിട്ടാണ് ഉണ്ണിയും കുടുംബവും താമര കൃഷി ആരംഭിച്ചത്. ഉണ്ണിയുടെ കുടുംബത്തിലെ മറ്റൊരു പ്രധാന അംഗമാണ് ഇപ്പോൾ ഈ നടന്നു വന്ന ബെല്ല എന്ന പട്ടിക്കുട്ടി. അവരുടെ പെറ്റാണത്. ഇതാണ് ഉണ്ണികൃഷ്ണൻ. രാവിലെ താമരപ്പാടത്തിറങ്ങി 100-200 പൂക്കൾ പൊട്ടിക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും പതിവായിരിക്കുകയാണ്. ഈ പൊട്ടിച്ചെടുക്കുന്ന പൂക്കൾ ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യുന്നതിനായിട്ട് ആവശ്യപ്പെടുന്ന ഭക്തർക്കും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ മാല കെട്ടി നൽകുന്ന കഴകക്കാർക്കുമായി നൽകും. ഉണ്ണികൃഷ്ണൻ ഇവിടെ താമര കൃഷി ആരംഭിക്കുന്നതിനൊരു കാരണമുണ്ട്. ഉണ്ണിയുടെ ഭാര്യ ദീപയാണിത്. മകൾ നിരഞ്ജനയും ഈ കൃഷിയിൽ വളരെ സജീവമാണ്. ഒപ്പം അവരുടെ പെറ്റായിട്ടുള്ള ബെല്ല എന്ന പട്ടിക്കുട്ടിയുമുണ്ട്. ഉണ്ണികൃഷ്ണൻ ഈ താമര കൃഷി ആരംഭിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇവിടെ സാധാരണയായിട്ട് നെൽകൃഷിയാണ് നടത്തി വന്നിരുന്നത്. നെൽകൃഷി വളരെ ലാഭകരവുമായിരുന്നു. പക്ഷേ നിരന്തരമായി നെൽകൃഷിക്ക് വേണ്ടിയിട്ട് കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയതോടെ പാടത്ത് നിന്ന് സൂക്ഷ്മജീവികളടക്കമുള്ള ജീവികളെല്ലാം അപ്രത്യക്ഷമായി. ഞണ്ട്, ഞവിണി, പരൽ മത്സ്യങ്ങൾ, കണ്ണൻ മത്സ്യങ്ങൾ, തവള എന്നുവേണ്ട ഒന്നിനെയും പാടത്ത് കാണാതായി. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ഉണ്ണിക്ക് അതേറെ മനോവിഷമം ഉണ്ടാക്കി. അങ്ങനെയാണ് നെൽകൃഷി നിർത്താമെന്ന് തീരുമാനിച്ചത്. നെൽകൃഷി നിർത്തുകയും പുള്ള എന്ന ഗ്രാമത്തിൽ നടക്കുന്ന താമര കൃഷി പോയി കാണുകയും ചെയ്ത ഉണ്ണി അവിടെ നിന്നും കുറച്ച് താമര വിത്തുകൾ, 25 താമര വിത്തുകൾ കൊണ്ടുവന്ന് 1 ഏക്കറിലധികം വരുന്ന തൻ്റെ പാടത്തെ ഒരു 10 സെൻറ്റിൽ ഇത് ചേറിൽ കുഴിച്ചിട്ടു. ഒരു 6 മാസക്കാലമായി ഈ വിത്ത് കുഴിച്ചിട്ടിട്ട്. താമരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് കുഴിച്ചിട്ടാൽ മെല്ലെ മെല്ലെ ഒരു കളസസ്യമായതിനാൽ അത് മെല്ലെ മെല്ലെ പടർന്ന് വരും. 1 ഏക്കർ 10 സെൻറ്റോളമുള്ള ഈ സ്ഥലത്തിപ്പോൾ ഏതാണ്ട് 1 ഏക്കറിൽ ഈ താമര വ്യാപിച്ചു കഴിഞ്ഞു. താമരയിൽ നിന്ന് രാവിലെ ഏകദേശം 100-ലധികം പൂക്കളാണ് ആദ്യം പൊട്ടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 200ഓളം പൂക്കൾ എല്ലാ ദിവസവും പൊട്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. താമര പകലാണ് വിരിയുന്നതെന്ന് നമുക്കറിയാമല്ലോ. സൂര്യദേവൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ കാമുകിയാണ് താമര എന്നാണ് സങ്കല്പം. ചന്ദ്രൻ്റെ കാമുകി ആമ്പലും. അപ്പോൾ സൂര്യനെ കാത്ത് സൂര്യൻ ഉദിച്ചാൽ ചിരിച്ചുല്ലസിച്ച് നിൽക്കും താമരപ്പൂക്കൾ എന്നാണ് കവിസങ്കല്പം. ആമ്പലാകട്ടെ രാത്രിയാണ് വിടരുന്നത്. രാത്രി വിടർന്ന് പരിലസിച്ച് സുഗന്ധം പരത്തി നേരം വെളുക്കുമ്പോഴേക്കും ആമ്പൽപ്പൂ വാടിയിരിക്കും. എന്നാൽ താമരപ്പൂ രാവിലെ സൂര്യോദയത്തോടുകൂടി വിടരുകയും അത് നമുക്കെല്ലാം വളരെ മനോഹരമായ കാഴ്ചയും സുഗന്ധവും സമ്മാനിച്ച് അങ്ങനെ നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട പുഷ്പമാണ് താമര. ഗുരുവായൂരപ്പന് പൂജ ചെയ്യുന്നതിനും മാല കെട്ടുന്നതിനും താമര ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണിയുടെ ഈ സംരംഭം കൃഷ്ണാർപ്പണമായി, ഗുരുവായൂരപ്പനുള്ള സമർപ്പണമായി മാറുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം.